ഒരുപാട് പേർക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് പേർലി മാണി. ആങ്കറിംഗ്, അഭിനയം, കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ തൻ്റെതായ കഴിവ് തെളിയിച്ചതുമാണ് പേർലി മാണി. പ്രായഭേദമന്യേ പേർലി മാണിക്ക് ഒരുപാട് ആരാധകരുമുണ്ട്. ഇന്ന് ഏവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രമുഖ സെലിബ്രിറ്റി കൂടിയാണ് പേർലി മാണി. ഒരുപാട് റിയാലിറ്റി ഷോകളുടെ ഭാഗമാകാൻ പേർലി മാണിക്ക് കഴിഞ്ഞിരുന്നു. തൻ്റെ ജീവിതത്തിൽ വരുത്തിയ വലിയൊരു മാറ്റം തന്നെയാണ് ആ കാലഘട്ടം. അതിനുശേഷം ബിഗ് ബോസിൽ പോയതോടെ പേർലി മാണിയുടെ താരമൂല്യം കൂടുകയായിരുന്നു. ശ്രീനിഷുമായുള്ള വിവാഹത്തിനു ശേഷം യൂട്യൂബ് ചാനലിലൂടെ എല്ലാം തന്നെ പേർലി മാണി ഇന്നും ആരാധകർക്ക് മുന്നിൽ വലിയൊരു താരമായി തന്നെ നിലകൊള്ളുകയാണ്. ശ്രീനിഷും 2 മക്കളും അടങ്ങുന്ന ചെറിയൊരു സന്തുഷ്ടമായ കുടുംബമാണ് പേർലി മാണിയുടേത്. പേർലി മാണിയെ പറ്റിയുള്ള വിഷയങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ പേർലി മാണിയുടെ നില ഗുരുതരമായ തരത്തിൽ ആശുപത്രിയിലാണ് എന്ന് പങ്കുവെച്ച് പേർലി മാണി സ്റ്റോറിയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു പേർലി മാണി ഇത് പങ്കുവച്ചത്. നില തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ആശുപത്രിയിൽ വരുന്ന ഒരു ദൃശ്യമായിരുന്നു പേർലി മാണി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. പേർലി മാണിയുടെ അസുഖം എന്താണെന്ന് വ്യക്തമായി അതിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും പേർലി മാണി ആശുപത്രിയിലാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഒരുപാട് പേരാണ് ആ സ്റ്റോറിക്ക് റിപ്ലൈ കൊടുത്തത്. പേർലി മാണിക്ക് എന്താണ് പറ്റിയത് എന്നും എന്തുകൊണ്ടാണ് ആശുപത്രിയിലിരിക്കുന്നത് എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് നടിക്ക് നേരെ ചോദിച്ചത്. എന്നാൽ അപ്പോഴൊന്നും പേർലി മാണി അതിനെപ്പറ്റി വലിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. എന്നാൽ പിന്നീട് പേർലി മാണിക്ക് കടുത്ത രൂപത്തിലുള്ള വയറുവേദനയായിരുന്നു എന്നും താൻ കഴിച്ച ഭക്ഷണം എന്തോ ശരിയായിട്ടില്ല എന്നും അത് തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുമാണ് പേർലി മാണി വ്യക്തമാക്കിയ രൂപത്തിൽ പുറത്ത് വാർത്തകൾ വരുന്നത്. തനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു തന്റെ വേദന എന്നും എന്നാൽ ഇപ്പോൾ ചെറിയ രൂപത്തിലുള്ള ആശ്വാസമെല്ലാം തന്നെ കണ്ടു തുടങ്ങിയെന്നുമാണ് പേർലി മാണി വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഞാൻ സ്റ്റോറി ഇട്ട ശേഷം എനിക്ക് വന്ന മെസ്സേജുകൾ, ഇത്രയും അധികം സ്നേഹം നിങ്ങൾക്ക് എന്നോട് ഉണ്ട് എന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി. ഇതിനു മുൻപ് എനിക്ക് ഇത്രയും മെസ്സേജ് വന്നത് എൻ്റെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു എന്ന തരത്തിലാണ് പേർലി മാണിയുടെ മറുപടി. 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ഓക്കെയാകുമെന്നും പിന്നീട് കുറച്ച് ദിവസം റെസ്റ്റാണ് വേണ്ടത് എന്നുമാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് പേർലി മാണി പങ്കുവച്ചത്. എന്നിരുന്നാലും പേർലി മാണിയുടെ ഈ ഒരു വാർത്ത കേട്ട് പ്രേക്ഷകരെല്ലാം തന്നെ വളരെയധികം സങ്കടത്തിൽ തന്നെയാണ്. എത്രയും വേഗം ആശ്വാസമായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് പേർലി മാണി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.